നമസ്കാരം. റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. പരേഡസിന്റെ ജന്മദിനമാണ് ജൂൺ 29. നമ്മൾ ജൂൺ 30 പുലർച്ചെയാണ് കളി കണ്ടതെങ്കിലും കളി നടന്നത് ജൂൺ 29 US-ലെ. ബർത്ത്ഡേ ബോയിയാണ് ലിയാൻഡ്രോ പരേഡസ്. അദ്ദേഹത്തിന്റെ 30ാം ജന്മദിനം. പെനാൽറ്റി ലഭിക്കുന്നു അർജന്റീനയ്ക്ക്. ലൗട്രോയുടെ ഒരു ഗോളിൽ അർജന്റീന മുന്നിലാണ്. രണ്ടാമത്തെ ഗോൾ അടിക്കാനുള്ള അവസരം ലഭിക്കുന്നു. പെനാൽറ്റി എടുക്കേണ്ട ഡി മരിയ, പക്ഷേ അദ്ദേഹം പന്ത് പരേഡസിന് കൈമാറുകയാണ്. പരേഡസ് ബർത്ത്ഡേയിൽ അർജന്റീനയ്ക്ക് വേണ്ടി ഗോൾ അടിക്കാൻ പോകുന്നു. എല്ലാവരും വളരെ ആകാംക്ഷയിൽ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹത്തിന്റെ പവർഫുൾ ഷോട്ട് പോസ്റ്റിലടിച്ച് മടങ്ങുകയാണ് ചെയ്തത്. പെനാൽറ്റി അദ്ദേഹം മിസ് ചെയ്തു. സോ അദ്ദേഹം വലിയ നിരാശയിലാണ്. കളിക്ക് ശേഷം അത് അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തു. പരേഡസ് പറഞ്ഞത്, എനിക്ക് ആ പെനാൽറ്റി കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല, നിരാശയുണ്ട്. ബട്ട് ലക്കിലി കളിയുടെ റിസൾട്ടിനെ അത് ബാധിച്ചില്ലല്ലോ, അതിൽ എനിക്ക് ആശ്വാസമുണ്ട് എന്നുകൂടി പരേഡസ് പറയുകയുണ്ടായി. പരേഡസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തൻ്റെ കരിയറിൽ 3ാം തവണയാണ് ഇപ്പോൾ പെനാൽറ്റി ആകെ മിസ് ചെയ്യുന്നത്. അർജന്റീനയുടെ ജേഴ്സിയിൽ ആദ്യമായിട്ടാണ് അദ്ദേഹം ഒരു പെനാൽറ്റി മിസ് ചെയ്തത്. ഇതിനു മുമ്പ് അദ്ദേഹം 2021-22 സീസണിൽ PSG വേഴ്സസ് നീസ് മത്സരത്തിൽ ഫ്രഞ്ച് കപ്പിൽ അദ്ദേഹം പെനാൽറ്റി മിസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുമ്പ് 2012 അർജന്റീൻ സൂപ്പർ കപ്പിൽ ബൊക്കയ്ക്ക് വേണ്ടി കളിക്കുമ്പോഴും അദ്ദേഹം പെനാൽറ്റി മിസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ കരിയറിൽ അദ്ദേഹം അർജന്റീൻ ദേശീയ ടീമിന് വേണ്ടി ആദ്യമായിട്ടാണ് പെനാൽറ്റി മിസ് ചെയ്തത്. അതിനുശേഷം അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്, പെനാൽറ്റി കൺവേർട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല, അതിൽ നിരാശയുണ്ട്. പക്ഷേ കളിയെ അത് ബാധിച്ചില്ല എന്നുള്ളത് വലിയ സന്തോഷമുണ്ട്. എപ്പോഴും ദേശീയ ടീമിന് വേണ്ടി കളിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഞാൻ മിസ്റ്റേക്ക് വരുത്തുന്നത് വരെ ദേശീയ ടീമിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന്. ബട്ട് ഇന്ന് അത് മാറി, ഞാൻ മിസ് ചെയ്തു. ബട്ട് ടീം മികച്ച രൂപത്തിൽ വിജയിച്ചു കയറി എന്നുള്ളതിൽ സന്തോഷമുണ്ട് എന്നാണ് പരേഡസിന്റെ പ്രതികരണം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.